ആ കാണുന്നതാണ് നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നമ്മൾ നിർമ്മല സിറ്റിയിലെ ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് പോകാം. ഈ റോഡ് കണ്ടോ, ഇത് ഇടുക്കി കട്ടപ്പന റോഡാണ്. ഇതിലെ ഇങ്ങനെ ഒരു ആർച്ചൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ചെന്നിട്ട് റോഡ് നേരെ ചെന്ന് കഴിയുമ്പോൾ ഒരു ടവറൊക്കെ ഉണ്ട്. ഇതിന് മുന്നിലൊരു അമ്പലമുണ്ട്. ആ ടവറിൻ്റെ അവിടെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് നിർമ്മല സിറ്റി വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ബാക്കി അവിടെ ചെന്നുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടുവരാവേ. ഈ 12:30 മണി സമയത്തും ഈ മലയുടെ മുകളിലേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ടോ. കുറച്ച് നാളായി നമ്മൾ ഈ വഴിക്ക് വന്നിട്ട് കേട്ടോ. ഇടുക്കി ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് ദൂരെ ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. വന്ന സമയമാണെങ്കിലോ നല്ല വെയിലെത്തും. എന്നാലും കുഴപ്പമില്ല, മുകളിൽ ചെല്ലുമ്പോൾ നൈസ് കാറ്റൊക്കെ കിട്ടുമേ. അപ്പം നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ. വെയിൽ നല്ല സ്ട്രോങ് ആട്ടോ. നോക്കി, ഇവിടെയൊക്കെ ഈ തേയിലച്ചെടികളെല്ലാം ഇങ്ങനെ ഉണങ്ങി തുടങ്ങി. വെയിലിൻ്റെ കാഠിന്യം ഭയങ്കര കേട്ടോ. അവിടെയൊക്കെ ആ ഏലച്ചെടികൾക്കൊക്കെ മറയായിട്ടാണ് നെറ്റിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ നല്ല കാറ്റ്. ഈ ചൂടത്ത് ഈ കാറ്റടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു സുഖമാണെന്നറിയോ. അയ്യോ, ഈ വെയിലത്തും ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ബൈക്കൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നുണ്ട്. സമ്മതിക്കണം. ഡാമിൻ്റെ കാഴ്ച ഇവിടെ നോക്കിയാൽ ഇങ്ങനെയൊക്കെ കാണാം. വൈകുന്നേരമായ അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു രസമായിരിക്കേ. എല്ലാ ഭാഗവും നല്ല ഉണങ്ങിക്കരിഞ്ഞിരിക്കും കേട്ടോ. നമുക്കപ്പുറത്തൊരു മരച്ചോടുണ്ടേ, അവിടെ പോയിരിക്കാം. അവിടെ ആണെങ്കിൽ ചെറിയ തണലൊക്കെ ഉണ്ടേ. ഇവിടെ ചെറിയ ഷെഡൊക്കെ കാണാം കേട്ടോ. ഇത് ഗ്യാസുകാരുടെ ഗോഡൗണ് എന്തോ പരിപാടിയാണ് ഇവിടെ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ട് ഇതൊരു ഹോം സ്റ്റേ ആണെന്നൊക്കെയാണ്. പിന്നെ ഈ വെയിലത്ത് നമ്മൾ ഇതിലേക്ക് നടക്കുവാണെങ്കിൽ വലിയൊരു ചൂടൊന്നും അറിയുന്നില്ല. കുറച്ച് മരത്തണലൊക്കെ ഉണ്ട് ഇങ്ങനെ. ആ മരത്തിൻ്റെ വീട്ടിൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ നിർമ്മല സിറ്റി വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലാണ് കേട്ടോ. ഞാൻ ഈ മരത്തിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അപ്പുറത്ത് 2 പേര് ഇരിപ്പുണ്ട്, അവരിങ്ങോട്ട് വരുന്നില്ല, നമ്മുടെ വീഡിയോയിലില്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കത് കഴിച്ചേക്കാം അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു കല്ലുണ്ടോ, ഇവിടെ നിന്നാണ് ചോറുണ്ടോ കേട്ടോ. ഞാനിവിടെ വേസ്റ്റ് ഒന്നും ഇട്ടില്ല. കൊണ്ടുവന്ന വേസ്റ്റ് ഞാൻ എൻ്റെ ബാഗിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു മരം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാം കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടും. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇടുക്കി ജലാശയം അങ്ങനെ കാണാം. കുറച്ചിറങ്ങി നോക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉച്ച സമയമുണ്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര ക്ലിയർ ഒന്നും കിട്ടുന്നില്ല. കൊള്ളാം. എന്നാലും അങ്ങ് ദൂരെയായിട്ട് നമുക്ക് അഞ്ചൂരിൽ തുരുത്തൊക്കെ കാണാവേ. അവിടെയൊക്കെ ആണെങ്കിൽ അഞ്ചൂരിൽ മുനമ്പും തുരുത്തുമൊക്കെ വെയിലത്തങ്ങനെ വല്ലാതെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇടുക്കി ഡാമിലിങ്ങനെ പുതിയ പുതിയ തുരുത്തുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് വെള്ളം കുറേ ഇങ്ങനെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് പോയി കുറച്ച് കാഴ്ചകളോടൊക്കെ ഒന്ന് കണ്ടുവരാവേ. ഇല്ല, അവിടെയായിട്ട് കുറച്ച് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈക്കിലിരുന്ന പിള്ളേർ എന്നോട് ചോദിക്കാം അങ്ങോട്ട് വല്ലതും കാണാനുണ്ടോ നീ. അപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന പോലത്തെ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ പുൽമേട. പക്ഷേ എന്നാ പറഞ്ഞാലും ഉണ്ടല്ലോ ഒരു പ്രത്യേക സുഖമുണ്ട് ഇതിന് മണ്ട കയറി കഴിയുമ്പോൾ. ഈ കാറ്റിനും ഈ തണുപ്പിനുമൊക്കെ അത്രയും കഠിനമായ ആ വെയിലത്ത് നമ്മൾ അത്രയും ഒരു വെയിലൊന്നും ഇവിടെ വന്നാൽ അങ്ങനെ തോന്നിക്കല്ലേ. നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കാണാനും വേറൊരു ലെവലാണ് കേട്ടോ. ഇതിൻ്റെ താഴെ ഒരു വീടൊക്കെ ഉണ്ട്. അടിവശം അങ്ങോട്ടൊക്കെ പിന്നെ ഇതാവുള്ള കൃഷിയിടങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഫോറസ്റ്റിൻ്റെയും ഒക്കെ ആയിട്ടുള്ള അണ്ടറിലുള്ള സ്ഥലങ്ങളാണ്. താഴെ ഡാം KSEBയുടെ. ഇന്ന് ഞാൻ ചോറുണ്ടോണ്ടിരുന്നപ്പോൾ ഒരു കാര്യം മറന്നുപോയി. എന്താണെന്നറിയോ, സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ചോറിൽ ഒരു കുറച്ച് ഭാഗം ഇവിടുത്തെ ഈ പക്ഷികൾക്ക് ഞാൻ എവിടെയാണോ ഇരുന്ന് കഴിക്കുന്നത് അവിടെ ഇട്ടേക്കും കുറച്ച്.
ഇന്ന് അവിടെ ആ പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേരോട് കൂടി ഇന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന കാരണം ചോറുണ്ടോട്ടിരുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചോറ് തീർന്നും പോയി. ഇന്ന് കിളികൾക്ക് കൊടുത്തുമില്ല. എന്നാ ചെയ്യും അല്ലേ? ഇനി അടുത്ത ദിവസം അങ്ങനെ ചെയ്യാം അല്ലേ? അല്ല അപ്പോൾ എന്ത് ചെയ്യാനാ? ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടോ കുറച്ച് നല്ലൊരു മരക്കൂട്ടം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ചോറുണ്ടാൽ മതിയായിരുന്നു. അന്നേരം ഡാമിലോട്ട് നോക്കിയിരുന്ന് ചോറിനാൻ പറ്റിയല്ലായിരുന്നല്ലോ. ഈ വെയിലത്തൊക്കെ എന്തൊരു ആശ്വാസമുണ്ടെന്ന് നോക്കി. ഞാനൊരു പൂക്കളൊക്കെ തേടി വന്നാണേ. തേടി വന്ന പൂക്കൾ അതിൽ ശരിക്കൊന്നും കാണാനും പറ്റില്ല ഇല കാരണം. ഈ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കോടെ നോക്കുമ്പോഴേ താഴെ ഡാം കാണാവേ. ഇവിടെ ഒരു ആശാൻ കിടപ്പുണ്ട് കേട്ടോ. എന്തുവാണേ ഇങ്ങനെ കിടക്കുന്നത്? എന്ത് പറ്റി? എന്നാ പറ്റി? ആരുമില്ലേ? നീ എന്നെ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് കിടക്കുന്നേ? ഞാൻ വിചാരിച്ചു ഇതിനെ തന്നെ അപകടം പറ്റിയൊന്ന്. പിന്നെ ഇത് എണീറ്റ് നടക്കുന്നുണ്ടേ. ഓതോ പോയി. കാട്ടുപൂച്ച വല്ലതും ആണോ? കാട്ടുപൂച്ച അല്ലല്ലോ. മൂന്ന് നോക്കി. ഈ താഴെ ഒരു വീട് ഷെഡൊക്കെ ഉണ്ടേ. കുറച്ച് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ പൂച്ചയാന്ന് തോന്നുന്നു കേട്ടോ. ഈ പൊട്ടം വെയിലിൽ നമുക്ക് അപ്പുറത്തൊരു പാറയുണ്ട്. അവിടം വരെ ഒന്ന് പോയിട്ട് വരാവേ. അവിടെ ചെന്ന് നിന്നാൽ അപ്പുറത്തോട്ടുള്ള ഡാമിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കിട്ടും. ഒരു സുഖം. ഉണ്ടേച്ച ഒരു മുഴം നടക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് നമുക്ക് ഇവിടെ അങ്ങ് നടത്തിയേക്കാം അല്ലേ? ഇങ്ങോട്ട് വന്നപ്പോഴേ കാറ്റധികം ഇല്ല കേട്ടോ. വെയിലിന് അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടേ. നമുക്ക് ഏതായാലും അപ്പുറത്തെ ഞാൻ പറഞ്ഞ പാറ വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ നമുക്കൊരു ഇച്ചിരി കാഴ്ച കിട്ടുന്നില്ലേ? ഈ മരത്തിൻ്റെ ചോട്ടിൽ കൂടെ എന്ത് പ്ലാസ്റ്റിക് വേസ്റ്റാണ് കൊണ്ട് ഇട്ടേക്കുന്നത് നോക്കി. ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ല. ഇതെല്ലാം കൂടി ഇവിടെ കൂടെ തള്ളുന്നത്. അടിപൊളി. ഇവിടെ നിന്നുള്ള ഡാമിൻ്റെ കാഴ്ചകളുണ്ടോ? ഒരു ചെറിയ മ്യൂസിക് കൂടി ഇടുമായിരുന്നു നല്ലതായിരുന്നു അല്ലേ? ഇപ്പോൾ എല്ലാവരും പറയുന്ന മ്യൂസിക്കൊന്നും വേണ്ടെന്നല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ അതങ്ങനെ ഇടാറില്ല. അങ്ങനെ നമ്മൾ നിർമ്മല സിറ്റി വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ നിന്നും ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇതൊരു അക്കേഷ്യ മരമാണേ. പണ്ട് ഈ അക്കേഷ്യ മരമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു. ഇതിനെന്തോ പ്രശ്നമുള്ള കാരണം അതൊക്കെ അവിടെ നിന്നൊക്കെ വെട്ടി ഒഴിവാക്കി. ഇപ്പോൾ വേറെ വേറെ മരങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. പക്ഷേ നല്ലൊരു സുഖം അവിടെ നിൽക്കുമ്പോൾ. അതുപോലെ നമ്മളതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു മേഖല ഉണ്ട്. അവിടെ ഇച്ചിരി നല്ല പച്ചപ്പായിട്ട് ആ മരങ്ങൾ നിൽക്കുന്നത് ഈ വേനൽക്കാലത്ത് ഒരു പ്രത്യേക കാഴ്ചയായിട്ട് തോന്നുന്നല്ലേ. ഞാനിപ്പോൾ കണ്ടൊരു കാര്യം പറയട്ടെ. ഈ വെയിലത്തുണ്ടല്ലോ ഒരു 50-60 പേര് ഇപ്പോൾ ബാക്കിലൊക്കെ ആയിട്ട് അവിടെ പല സ്ഥലത്തായിട്ടുണ്ട്. ഒരുപാട് വണ്ടിയൊക്കെ താഴെ കിടപ്പുണ്ടെന്നേ. ഈ മുട്ടം വെയിലത്ത് ആൾക്കാർ ഈ പാറയുടെ മുകളിൽ ഈ മെട്ടിൻ്റെ മുകളിൽ കയറി വരണമെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിക്കും. ഇതിൻ്റെ താഴ്വാരത്തിലൊക്കെ അതുപോലെ ചൂടാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയെന്നാൽ ഈ ലെവലിൽ ഇടുക്കി ഡാമിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് കാറ്റിങ്ങനെ നമുക്ക് കിട്ടും. ആ കാറ്റിൻ്റെ ഒരു കുളിർമയൊക്കെ കൊള്ളാൻ വേണ്ടിയാണ് ഈ വെയിലത്തും ആൾക്കാർ ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു പാറ കാണാവേ. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ആ ഇടുക്കി ജലാശയത്തിൻ്റെ മറ്റൊരു കാഴ്ച കാണാം. ഇതിൻ്റെ അപ്പുറത്തൊരു പാറയുണ്ട്. അവിടം വരെ ഞാൻ പോകുന്നുള്ളൂ. അങ്ങ് വരെ പോകാൻ വയ്യ. കണ്ടോ? ഇവിടെ നിന്ന് നോക്കി. ഇടുക്കി ജലാശയം അങ്ങനെ ഈ 60 കിലോമീറ്റർ ചുറ്റളവിൽ ബാധിച്ച് കിടക്കുന്നുണ്ട്. ഈ ഇടുക്കി ജലാശയം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇതിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ഇതുണ്ടാക്കിയ ആ എഞ്ചിനീയർമാരൊക്കെ എന്ത് പാടുപെട്ടു. ഇടുക്കിയുടെ ഒരു ഭൂരിഭാഗം സ്ഥലത്തു നിന്നുള്ള വെള്ളം അവർ വളരെ ക്രയാത്മകമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് ഇവിടേക്ക് എത്തിച്ചതേ. തമിഴ്നാടിൻ്റെ ബോർഡർ മുതൽ. വേനൽക്കാലത്തും ഇവിടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ കാണാൻ. ഇവിടെ ഒരു കൊച്ചു തേയിലത്തോട്ടം നമുക്ക് കാണാവേ. അതിനകത്തൂടെ പ്ലാവ് മരമാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സുന്ദരി ചെടി കാണാം. ചെടിയല്ല, കൊന്നപ്പൂവാണേ. ഇപ്പോൾ വിഷുവൊക്കെ ആയി വരുമല്ലേ. മഞ്ഞക്കൊന്നയും റോസുകൊന്നയും എല്ലാം ഇങ്ങനെ പൂത്തു നിൽക്കുക. ഇത് കണ്ടോ? അപ്പം നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കൂടെ ഒക്കെ കണ്ടുപോകാം. ഇവിടെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ അത് തേയില എടുത്തു പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. പച്ചപ്പ് കുറവാണ്, ഒരു കടുത്ത പച്ചയാണ്. ഈ വേലിച്ചെടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ തേയിലത്തോട്ടം കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നല്ലേ. ഈ ഭാഗത്തൊക്കെ വയനാടൻ പുല്ലല്ല, ഇതാണ് പുൽത്തൈല ഉണ്ടാക്കുന്ന പുല്ല് കേട്ടോ. ഇതിവിടെ ആരും എടുത്ത് അങ്ങനെ പുൽത്തൈല ഉണ്ടാക്കാത്തില്ല എന്ന്
ഉള്ളതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം ഇത് മെനക്കെട്ട പണിയായതുകൊണ്ടേ നമ്മൾ മറയൂരൊക്കെ പോയാൽ ഇതിൻ്റെ ഒരു പരിപാടിയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇതിങ്ങനെ കുലയ്ക്കാൻ സമ്മതിക്കുകയല്ല അവർ. ഇളം പുല്ല് ചെത്തിയെടുത്തിട്ട് വീപ്പയ്ക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് വാറ്റി നീരാവിയാക്കി എടുത്തു കഴിയുമ്പോഴാണ് നല്ല മണമുള്ള പുൽത്തൈലം നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടുന്ന് ഈ തേയിലത്തോട്ടം ഇച്ചിരി അടുത്തൊക്കെ ആയിട്ട് കാണാം. ഈ ഒരു ഭാഗത്തെ തേയില കൊളുന്തുകളൊന്നും എടുത്തിട്ടില്ല. എടുക്കാതെ നിന്നത് മൂത്തു പോയെന്നാണ് തോന്നുന്നത്. അതെന്താ, തേയിലയ്ക്ക് വില കുറവാണ്. തേയിലപ്പൊടി ഇങ്ങോട്ട് മേടിക്കുമ്പോൾ നല്ല വിലയാണല്ലോ, പിന്നെ ഇതിന് വില കുറയാൻ ചാൻസ് ഇല്ലല്ലോ. എങ്ങനെയുണ്ട്? വേണമെങ്കിൽ അങ്ങോട്ട് പോകാം കേട്ടോ. പക്ഷേങ്കിൽ ആ വെയിൽ ഓർത്തിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അവിടെ പോയാൽ പ്രത്യേകിച്ചൊന്നും കാണാനുമില്ല. കാണാനുണ്ട് വൈകുന്നേരം ആയാൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വന്നൊരു പാറ, ഒരു നിരപ്പ്, ഒരു ലാൻഡ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇവിടെ വന്നാൽ നമുക്ക് ഒരു 360 വ്യൂവിൽ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതാണത്. അവിടെ മുതൽ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കിടക്കുന്ന കണ്ടോ നീണ്ടു നിവർന്ന് ഇടുക്കി ജലാശയം. ഇതിൻ്റെ താഴ്വാരത്തിലൊക്കെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കുടികളിലുള്ള ആൾക്കാരെ അങ്ങ് താഴെയൊക്കെ അത് നല്ല അടിപൊളി തോട്ടങ്ങളൊക്കെയാണ്. അത് കാട് പോലെ കാണുന്നെങ്കിലും ഏലവും കാപ്പിയും കൊടിയും അങ്ങനെ കുറേ ഉണ്ട് സംഭവങ്ങൾ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അഞ്ചുരുളി മൊനമ്പ് മുതൽ അഞ്ചുരുളി തുരുത്ത് അങ്ങനെ ആ ഒരു മേഖല മൊത്തം കാണാം. പിന്നെ നമ്മളിങ്ങോട്ട് കടന്നു വന്ന ആ ഒരു വഴി, അവിടെ ഒരു മലയുണ്ടേ, നമ്മൾ പോകുമ്പോൾ കാണാം. അത് ഇച്ചിരി അടുത്തായിട്ട് അവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കാഴ്ചകൾ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ പുതിയ കുറേ കാഴ്ചക്കാർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് എടുത്തോ കേട്ടോ. ആരും പുറകോട്ട് വീഡിയോ ഒന്നും പോയി നോക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇത് കാണിക്കണ്ടേ, അതുകൊണ്ടാണ് ഈ പൊട്ടം വെയിലത്ത് ഞാൻ ഇതിലേ കയറി വന്നത്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? കൊള്ളാമല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്ന വഴി തന്നെ അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് അതിൻ്റെ അങ്ങേ അറ്റത്ത് നമ്മൾ ഫസ്റ്റ് വന്നതിൻ്റെ അങ്ങ് ചെരുവിനൊരു കുറച്ച് കാഴ്ചകളും കൂടെ കാണാനുണ്ട്. അത് കണ്ടിട്ട് നിർത്തിയാക്കാം. ഈ തേയിലച്ചെടിയുടെ പശ്ചാത്തലത്തിൽ അക്കരെ ഭാഗമൊക്കെ കണ്ടോ? അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മുടെ തങ്കമണി ആ ഒരു സൈഡൊക്കെ അങ്ങനെ വരുന്ന കേട്ടോ. അപ്പോൾ ഇതിൽ വേണം നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ. ആ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി ആ ഒരു പിരിമേട് പോലെ ഇരിക്കുന്ന മല ഉണ്ടോ, അതിന് മണ്ടയിലേ കുരിശടിയൊക്കെ ഉണ്ട്. നേരത്തെ അതിൽ സിസ്റ്റർമാരൊക്കെ കയറിപ്പോയെന്നൊക്കെ ഞാൻ അപ്പുറത്തുനിന്ന് കണ്ടേ ആ പിള്ളേർ പറഞ്ഞേ. പോകുന്നുണ്ടോ? ഇപ്പോൾ ഈ നോയമ്പ് സമയം ആയതുകൊണ്ടേ അവർ പോവും. തിരിച്ച് നമ്മൾ ഈ മരങ്ങൾ കൂടി നിൽക്കുന്നിടത്ത് വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം അങ്ങ് നിൽക്കാൻ തോന്നേ. നല്ലൊരു കൂളിങ് അവിടെ. ആ പൂച്ചക്കുഞ്ഞാണ്ട് വഴി കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ? എന്നാടാ എന്നാ പറ്റി ഇവിടെ കിടക്കുന്നേ? തണുപ്പടിച്ച് കിടക്കുവാണോ? എവിടെ പോവാ? എവിടെ പോവാ? തണുപ്പടിച്ച് കിടക്കുമായിരുന്നോ? ആണോ? നീ താഴെ എവിടെ പോവാ? ആവൂ ആ നല്ല കാറ്റ്, എന്തൊരു സുഖമാണെന്നറിയോ. താഴോട്ടിറങ്ങിയാൽ മുത്തു വെയിൽ. ഈ ഒരു വഴിക്കായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നത്. ഞാൻ തിരിഞ്ഞൊന്നും എടുത്തില്ലായിരുന്നു. എങ്ങനെയുണ്ടോ നോക്കി. അവിടെ നേരത്തെ ഇവിടെ ഇരുന്നാറും നമുക്ക് ഈ ഒരു മരത്തിൻ്റെ കാഴ്ച ശരിക്കൊന്നും കിട്ടിയില്ലായിരുന്നേ. ഇതൊരു പടർപ്പം നല്ല മരമാണ്. ഇതിൻ്റെ മണ്ട കയറി ഇരുന്നേച്ച് താഴെ ഡാമിലോട്ടൊക്കെ നോക്കാം. ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. എപ്പോൾ വന്നാലും ഇവിടെ കപ്പിൾസ് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇന്ന് വന്നപ്പോഴും ഉണ്ടായിരുന്നു. അവർ വീഡിയോയിൽ വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവരെ എടുത്തില്ല കേട്ടോ. ആരുടെയും അനുമതി ഇല്ലാതെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഈ ടണൽ തിരിഞ്ഞ് ഡാമിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് പിരമിഡ് മല. കണ്ടോ, രണ്ട് മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ അത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. ഇത് നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണ്. അങ്ങ് ദൂരെയായിട്ടൊരു അത് കാണാവോ, ഒരു വാച്ചർ ഷെഡൊക്കെ കാണാം. അവിടെ ഒരു വാച്ചറൊക്കെ കാണും. മുകളിലോട്ടൊക്കെ ആൾക്കാർ കയറി പോകുന്നതിനൊരു ഇതൊക്കെ വയ്ക്കാൻ വേണ്ടി. കാരണം ഈ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഇത് തീ കത്താനും തീ പിടിക്കാനും ഒക്കെ ഉള്ളൊരു ചാൻസൊക്കെ ഉണ്ടേ. ഇപ്പോൾ അവിടെ വീണ്ടും വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷയൊക്കെ വന്ന് കിടപ്പുണ്ടല്ലോ.
ഡാമിൻ്റെ കാഴ്ചകൾ ഈ പുല്ലിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ കണ്ടുപോകാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. എൻ്റെ ഒരു ഐഡിയ കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ പറയണം, ഇഷ്ടപ്പെട്ടില്ലേലും പറയണേ. ഇവിടേക്ക് ഒന്ന് തീ കയറി പോയതാണേ, എന്നിട്ട് പുതിയ പുല്ലൊക്കെ മുളച്ച് വരുന്നുണ്ടോ. ആ മലയുടെ കാഴ്ചകൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാവേ. ഈ പോകുന്നൊരു വഴിയുണ്ടോ, ഇത് താഴെ ആ ട്രൈബൽസിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. ഇതിലെ നല്ല ഇറക്കം താഴോട്ട്, തിരിച്ചിങ്ങോട്ട് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല രസമുള്ളൊരു റോഡാണ് ഇത്. കുറച്ചിങ്ങനെ പോയി നോക്കാവേ. കാറ്റിങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. കാറ്റില്ലെങ്കിൽ പിന്നെ എന്നാണെന്നറിയോ, ഇവിടെ രാവിലെ വരുവാണെങ്കിൽ ഇതേ ഇവിടുന്ന് നമ്മളിങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മഞ്ഞിങ്ങനെ അടിഞ്ഞ് കിടക്കുന്നതാണാവേ. നല്ല ക്ലൗഡ് ബെഡായിട്ട് അതൊരു അടിപൊളി കാഴ്ചയാണ്. പറഞ്ഞതല്ലാതെ ഞാനിതുവരെ എനിക്കൊന്നും വന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം അങ്ങനെ ഒന്ന് വരണം. അതൊരു നവംബർ, ഡിസംബർ, ജനുവരി ഈ സമയങ്ങളിലൊക്കെ വന്നാലാണ് നല്ല രീതിയിൽ കാണാൻ പറ്റുക. ഇത് കണ്ടോ, ഈ വഴിക്കൂടെ വേണം താഴെ ട്രൈബൽസിൻ്റെ ഏരിയയിലോട്ട് പോകാനായിട്ടേ. പക്ഷേ നമ്മൾ അങ്ങ് വരെ പോകുന്നില്ല, കുറച്ച് വഴിക്കുള്ളൊരു നടന്നു പോകുമ്പോഴുള്ളൊരു കാഴ്ചകളൊക്കെ. ഇതിപ്പോൾ ഈ വെയിലത്തായതുകൊണ്ട് ഈ വീഡിയോ എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം കളറൊക്കെ കിട്ടും എങ്ങനെയാണെന്ന് ഇത് എഡിറ്റിങ് പരിപാടിയിലോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ അങ്ങ് താഴെ വരെ അവരുടെ കുടികളിലേക്കുള്ള കറണ്ട് ലൈനാണ് ഈ പോകുന്നത്. നമ്മൾ വിചാരിച്ചതല്ല, ഇവിടെ വന്നപ്പോൾ ചൂട് കൂടുതലാണേ. ഇനിയിപ്പോൾ തിരിച്ചു പോയേക്കാം. അപ്പുറത്ത് ആ സൈഡിൽ നിന്ന് ഒരു കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാമല്ലേ. ഇതിലെയാണ് ആ കുരിശുമല കയറുന്ന വഴിയേ. അവിടെ ഒരു കുരിശൊക്കെ ഇരിക്കുന്നുണ്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ പോകുന്ന വഴി ഇതാണേ. ഇതിലേ പോയാൽ താഴത്തെ ജലാശയത്തിൻ്റെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ ആ സൈഡിൽ നമുക്ക് കിട്ടും. അവിടെ കണ്ടിട്ട് പോവാം. കണ്ടോ, ഈ ഒരു അറ്റത്തും നമുക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ രാവിലെയാണ് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച. സൂര്യൻ കിഴക്കുന്ന് ഉദിച്ച് വരുമ്പോൾ ഈ കല്ലേലൊക്കെ നിന്ന് ഡാമിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോണ്ടല്ലോ എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കി. ഈ സൈഡിൽ കൂടെ അങ്ങനെ കയറി ചെന്നാൽ അവിടെ ഒരു വാട്ടർ ഷെഡൊക്കെ ഉണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡാമിനെ ഒന്ന് കാണാം. എന്നാ അടിപൊളി കാഴ്ച നോക്കി. ഈ വെയിലാണെങ്കിലുമേ ഇതാ അവിടെ ഈ ഒരു സൈഡാണ് കേട്ടോ അഞ്ചുരുളി മുനമ്പൊക്കെ വരുന്നത്. അഞ്ചുരുളി വരുന്നത് മുനമ്പ് വരുന്ന ആ കാണുന്നതാണ്. മുനമ്പ് കാണാമല്ലോ അല്ലേ. ഞാൻ വൈഡാങ്കിളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇടുക്കി ജലാശയം വെള്ളം കുറേ കുറഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ പോയി എൻ്റെ അങ്ങ് ആ സൈഡിൽ അറ്റം വരെ പോയായിരുന്നേ. എന്നിട്ടാണ് തിരിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇവിടെ ഇതാ ആ കുരിശടിയൊക്കെ കാണാവേ. ഇങ്ങനെ മുകളിലോട്ട് കുറേ കുരിശടിയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറിപ്പോവേ, ഈ പാറയുടെ മുകളിൽ കൂടെ ഒക്കെ. അതാണ് വാട്ടർ ഷെഡ്. അവിടെ ആളുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ. എന്നാൽ ഇനി കയറി മണ്ട പോവോ? ഓ ഞാനില്ല, വെയില, രക്ഷയില്ല. നമ്മൾ പറഞ്ഞ വാട്ടർ ഷെഡ് ഇവിടെ ഉള്ളു കേട്ടോ. ഇവിടം വരെ നമ്മൾ വരുന്നുള്ളേ. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ. പിരിമട മലയൊന്നും പോകുന്നില്ല, താഴോട്ട് ജലാശയത്തിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഓക്കെ, ഇവിടെ നോക്കും കുറച്ചും കൂടെ വൈഡായിട്ട് കാണാം അല്ലേ. കാറ്റ് കുറഞ്ഞു പോയി. ഇവിടെ വന്നപ്പോൾ കാറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് അക്കരയ്ക്ക് ഒന്ന് നോക്കാവേ. വാഴവര ആ മേഖലയൊക്കെ കാണാം നമുക്ക്. വാഴവരയിലെ നിർമ്മല സിറ്റിയിലുള്ള മിൽമയുടെ ഒരു ഓഫീസൊക്കെയാണ് അവിടെ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി പാറക്കെട്ടൊക്കെ ഉണ്ടോ, മുഴുവൻ ഒരൊറ്റ പച്ചപ്പ് അപൂർവമായിട്ട് അവിടെ ഇവിടെ കാണാനുള്ളൂ. ആ മലയുടെ മണ്ട കയറി ചെന്നാൽ ഒരു കുരിശടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത്ര വെയിൽ കൂടുതലായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടം വരെ ഒന്ന് കയറാം അല്ലേ. ആ ഒരു കുരിശടിക്ക് താഴെ കുറച്ച് മരക്കൂട്ടം ഉണ്ടേ. അതിന് ചോട്ടി ഇച്ചിരി തണൽ കാണും. കുറച്ച് നേരം അവിടെ പോയിരിക്കാം. ആ ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓ ഈ വെയിലത്തൊക്കെ ഇതൊക്കെ ഒരു ആശ്വാസം കേട്ടോ. പാറയൊക്കെ ഇങ്ങനെ നോക്കി അമ്പട ഇവിടെ ഇരുന്നുകൊണ്ട് താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ ഭംഗിയാണേ.
നമ്മളിങ്ങോട്ട് കയറി വന്ന വഴിയും ആ ഒരു കൂടാരമൊക്കെ കണ്ടോ, അതിനകത്തൊക്കെ രണ്ടുപേരും ഇരിപ്പുണ്ടായിരുന്നേ. നമുക്ക് പരിചയമുള്ളവരല്ല. ഇവിടെ വന്നപ്പോൾ നല്ലൊരു ആശ്വാസം കേട്ടോ. ഈ മരത്തിൻ്റെയൊക്കെ തണലും ഒക്കെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചാരി ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ എല്ലാം വേസ്റ്റാണ്. ഇത്രയും കുറേ കുപ്പിയും പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ലൊരു കാറ്റടിക്കുന്നതിൻ്റെ ആ ഒരു സുഖം കിട്ടുന്നു. ആഹാ, എന്താ ഒരു ഇതൊക്കെ ഒന്ന് അനുഭവിക്കണം കേട്ടോ. ഇവിടെയൊക്കെ വന്നാലേ അറിയത്തുള്ളൂ. ഈ വേനൽക്കാലത്ത് വരണം, മഴയത്ത് വന്നിട്ട് വലിയ കാര്യമില്ല. നമുക്ക് ഈ വാച്ചർ ഷെഡിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ താഴെ നിന്ന് കയറി വന്നപ്പം ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു, കാരണം എടുത്തില്ലേ. അവരെ നമ്മൾ വീഡിയോയിൽ വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് പുല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ച, മുള കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു ഷെഡാണേ. നല്ല രസമുണ്ട് കാണാനായിട്ടേ. ഇതിൻ്റെ ഉള്ളും കൂടെ നമുക്കൊന്ന് കയറി കണ്ടു നോക്കാം. ഇതിലേക്ക് ഇങ്ങനെ നാച്ചുറലായിട്ടും കയറാമല്ലേ. ആൾക്കാരെ നമ്മൾ ശല്യപ്പെടുത്തുകയും വേണ്ട, നമുക്ക് കാഴ്ചകൾ കാണുകയും ചെയ്യാം. രസമുണ്ട് കേട്ടോ. നല്ലൊരു മുള തൈതലൊക്കെ അതിലിങ്ങനെ വന്നിരിക്കുക. അവിടെ എത്ര കിടക്കാലോ. അടിപൊളി. നല്ലൊരു കൂളിങ്ങൊക്കെ കിട്ടുന്നുണ്ട് ഇതിനുള്ളിൽ. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വേറെ വൈബാണ് കേട്ടോ. ആ മലയൊക്കെ കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിലെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴും കിടിലം കാഴ്ച. ഇതിങ്ങനെ ഈ പുല്ല്, ഇവിടുത്തെ ഈ തെരുവ് പുല്ലൊക്കെ ചെത്തിയിട്ട് ഉണ്ടാക്കി അടികൂടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ടിരിക്കുവാണ്. ആകെ മൊത്തം നല്ലൊരു വൈബ്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ? ഈ പാറയുടെ മുകളിൽ ഈ ഷെഡിൻ്റെ അടുത്ത് നിന്ന് ഔട്ട്രോ പറഞ്ഞേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓടിയിട്ടു താഴെ ഇടുക്കി ജലാശയം, മുകളിലോട്ട് വലിയൊരു മല, എൻ്റെ പുറകിൽ ഈ ഒരു കാഴ്ചകൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്താ പറയാനുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ പരിചയക്കാരിലേക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് എത്തിച്ചു കൊടുക്കുക, ചാനലൊക്കെ എത്തിച്ചു കൊടുക്കുക. ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് പ്രത്യേകം പറയണ്ടല്ലോ. പിന്നെന്താ പറയുക, വീഡിയോ കാണുന്ന ആൾക്കാർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഇടുക്കിയുടെ വർണ്ണക്കാഴ്ചകളാണ് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് പറയാം, ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു പച്ചപ്പ് നന്നായിട്ട് കാണാനില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മളിപ്പോൾ പച്ചപ്പ് അന്വേഷിച്ച് പോയാൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അത് എത്തിപ്പെടാനൊക്കെ ഭയങ്കര പാടാണ്, കാട്ടിനുള്ളിൽ കയറി പോകണം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് അഞ്ചുരുളി മുനമ്പിൻ്റെയൊക്കെ ഒരു നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ താഴോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാണത്തില്ലേ? ആ മുനമ്പിലേക്കൊക്കെ വരാനായിട്ട് നമ്മുടെ കാഞ്ചാറ് പേഴുകണ്ടം വന്നിട്ട് ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ വന്ന് ഒരു 3/4 കിലോമീറ്റർ കാട്ടിൽ കൂടെ നടന്നാൽ മുനമ്പിലേക്ക് വരാം കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ കുറവായിട്ട് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ച അവിടെ കിട്ടും. അവിടെ നിന്നാൽ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പറയുന്നു. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.